Hello students, welcome to our online classes. So, we will back NCERT problems. So, question is, a polythene piece rubbed with a wool is found to have a negative charge of 3.2 into 10 raised to minus 7 coulomb. First question is, estimate the number of electrons transferred from which to which. Second question, is there a transfer of mass from wool to polythene? രണ്ട് ക്വസ്റ്റ്യനും നന്നായിട്ടൊന്ന് വായിച്ച് മനസ്സിലാക്കുക. ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഫസ്റ്റ് ബോഡി കൊണ്ടത് സെക്കൻഡ് ബോഡിയിൽ റബ്ബ് ചെയ്യാൻ പോവുകയാണ്. ക്ലിയർ ആണോ? സോ ഇവിടെ നടക്കാൻ പോകുന്നത് ചാർജിങ് ബൈ ഫ്രിക്ഷൻ ആയിരിക്കും. അതായത് ഒരു ബോഡിയിൽ നിന്ന് അടുത്ത ബോഡിയിലേക്ക് ചാർജ് മൂവ് ചെയ്യും. അതല്ലേ ചാർജിങ് ബൈ ഫ്രിക്ഷൻ എന്ന് പറയുന്നത്? ഏത് ബോഡിയിൽ നിന്ന് ഏത് ബോഡിയിലേക്കായിരിക്കും ചാർജ് മൂവ് ചെയ്യുക? നമ്മൾ പഠിച്ചിട്ടുണ്ട്, ലോ വർക്ക് ഫംഗ്ഷൻ ബോഡിയിൽ നിന്ന് ഹൈ വർക്ക് ഫംഗ്ഷൻ ബോഡിയിലേക്കാണ് ചാർജുകൾ മൂവ് ചെയ്യുക. അതായത് ഇവിടുത്തെ ലോ വർക്ക് ഫംഗ്ഷൻ ബോഡിയാണെന്ന് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വൂളായിരിക്കും ലോ വർക്ക് ഫംഗ്ഷൻ ബോഡി അറ്റാക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പോളിത്തീൻ എന്തായിരിക്കും? ഹൈ വർക്ക് ഫംഗ്ഷൻ ബോഡി ആയിരിക്കും. സോ ഞാനിതിനെ റബ്ബ് ചെയ്യാൻ പോവാണ്, ശ്രദ്ധിച്ചോളൂ. എന്ത് സംഭവിക്കും നോക്കാം. റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ ഇലക്ട്രോൺസ് ഇവിടെ നിന്ന് എങ്ങോട്ട് മൂവ് ചെയ്യും? ലോ വർക്ക് ഫംഗ്ഷൻ ബോഡിയിൽ നിന്ന് ഹൈ വർക്ക് ഫംഗ്ഷൻ ബോഡിയായ വൂളിലേക്ക് മൂവ് ചെയ്തു. ഓക്കെ ആണോ? ഡൗട്ടൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ഇതിനിപ്പോൾ ചാർജ് കിട്ടി. എത്രയാണ്? Q ഈക്വൽ ടു പഠിച്ചിട്ടുണ്ട്, N ഇൻറ്റു ഇ. നെഗറ്റീവ് ചാർജ് ആയതുകൊണ്ട് മൈനസ് N എന്ന് വിളിക്കാം. ആണോ? ആ ചാർജ് എത്രയാണെന്ന് ക്വസ്റ്റിന് പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് ഈസ് Q ഈക്വൽ ടു മൈനസ് 3.2 ഇൻറ്റു 10 റേസ് ടു മൈനസ് 7 കൂളോം. ഡൗട്ടുണ്ടോ? എളുപ്പമല്ലേ? ഓക്കെ, അത്രയും തന്നെ ചാർജ് ഇവനും അക്യുമുലേറ്റ് ചെയ്യുന്നല്ലേ പഠിച്ചിട്ടുള്ളത്. ചാർജ് ബൈ ഫ്രിക്ഷനിൽ രണ്ട് ബോഡിയിലും ഉണ്ടാകുന്ന ചാർജുകൾ ഈക്വലും ഓപ്പോസിറ്റും ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇതിനകത്തുണ്ടാകുന്ന ചാർജ് പോസിറ്റീവ് N, ദാറ്റ് ഈസ് ഇത്രയും തന്നെ ആയിരിക്കും, അതിൻ്റെ പോസിറ്റീവ് മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നതാണ്, ഇവിടെ നിന്ന് ഇങ്ങോട്ട് എത്ര ചാർജുകൾ മൂവ് ചെയ്തു? ഓക്കെ ആണോ? നമ്മൾ കൊടുത്ത എനർജിക്ക് അനുസരിച്ച് ഇവിടെ നിന്ന് അങ്ങോട്ട് ചാർജുകൾ മൂവ് ചെയ്തിട്ടുണ്ട്. അത് എത്ര ഇലക്ട്രോൺസ് ആണ് ഫസ്റ്റ് ബോഡിയിൽ നിന്ന് സെക്കൻഡ് ബോഡിയിലോട്ട്? ഇവിടെ മൂവ് ചെയ്ത ഏത് ബോഡിയിൽ നിന്നാണ്? ലോ വർക്ക് ഫംഗ്ഷനിൽ നിന്ന് ഹൈ വർക്ക് ഫംഗ്ഷനിലേക്ക്. അങ്ങനെയാണെങ്കിൽ അത് എത്രയാണെന്ന് നോക്കാം. പറഞ്ഞേ, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഏതെങ്കിലും ഇക്വേഷൻ ഓർമ്മ വരുന്നുണ്ടോ? യെസ്, വി ഹാവ് Q ഈക്വൽ ടു N. അതിനകത്ത് E എന്തായിരുന്നു? ബേസ് ചാർജ്. എത്രയായിരുന്നു അത്? മൈനസ് 1.6 ഇൻറ്റു 10 റേസ് ടു മൈനസ് 19 കൂളോം. ബിക്കോസ് ഇവിടെ ഇലക്ട്രോൺ ആണ് മൂവ് ചെയ്തത്, അതുകൊണ്ട്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഇസ് ദി ഇക്വേഷൻ ഫോർ N? N is equal to Q by E, because we have Q is equal to N. Q ന്റെ വാല്യൂ മൈനസ് 3.2 ഇൻറ്റു 10 റേസ് ടു മൈനസ് 7 ഡിവൈഡഡ് ബൈ മൈനസ് 1.6 ഇൻറ്റു 10 റേസ് ടു മൈനസ് 19. ആണോ? ക്യാൻസൽ ചെയ്ത് പോട്ടെ. മൈനസ് മൈനസ് പ്ലസ് ആവും. ഇത് രണ്ടോട് ചെയ്യുമ്പോൾ 2 കിട്ടും. ഇത് രണ്ടോട് ചെയ്യുമ്പോഴത്തേക്കും ഏകദേശം 2 ഇൻറ്റു 10 റേസ് ടു പ്ലസ് 12 വന്നാൽ അത്രയും കൂളോം ആയിരിക്കും. സോറി, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ്, അതുകൊണ്ട് അതിന് യൂണിറ്റ് ഇല്ല. സോ ഇത്രയും ഇലക്ട്രോൺസ് ആയിരിക്കും ട്രാൻസ്ഫർ ആയിട്ടുണ്ടാവുക. ക്ലിയർ ആണോ? സോ ഫസ്റ്റ് ബോഡിയിൽ നിന്ന് സെക്കൻഡ് ബോഡിയിലേക്ക് ഇത്രയും ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ ആയിട്ടുണ്ട്. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടെ അതിനകത്ത് ചോദിച്ചിട്ടുണ്ട്. എന്താണെന്ന് നോക്കിയേ, ഈ പോയ ഇലക്ട്രോൺസ് കാരണം അവിടുന്ന് മാസ് ട്രാൻസ്ഫർ നടന്നിട്ടുണ്ടോ? വൂളിൽ നിന്ന് പോളിത്തീനിലേക്ക് മാസ് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടിട്ടുണ്ടാകുന്ന ക്വസ്റ്റ്യൻ. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു ഇലക്ട്രോണിന് മാസ് ഉണ്ട് അല്ലേ? എത്രയായിരുന്നു മാസ് ഓഫ് ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് വളരെ കുറവാണെങ്കിലും ഉണ്ട് അതിന്. 9.1 ഇൻറ്റു 10 റേസ് ടു മൈനസ് 31 കിലോഗ്രാം എന്ന് പറഞ്ഞൊരു മാസ് ഉണ്ടായിരുന്നു. ആണോ? അപ്പോൾ ഉറപ്പായിട്ട് ഇവൻ ഇവിടെ നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ, നമ്പർ ഓഫ് ഇലക്ട്രോൺസിനെ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്രയും തന്നെ മാസിനെ ട്രാൻസ്ഫർ ചെയ്ത് കാണത്തില്ലേ? ചാർജ് പോയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത്രയും തന്നെ മാസും പോയി കാണത്തില്ലേ? ആണോ? സോ ദ മാസ് ട്രാൻസ്ഫേർഡ് എത്രയായിരിക്കും അത്? N ഇൻറ്റു എൻ്റെ എത്രയാ? 2 ഇൻറ്റു 10 റേസ് ടു പ്ലസ് 12 ഇൻറ്റു മാസ് ഓഫ് 1 ഇലക്ട്രോൺ, ദാറ്റ് ഈസ് 9.1 ഇൻറ്റു 10 റേസ് ടു മൈനസ് 31. സോ എത്ര ടോട്ടൽ മാസ് ട്രാൻസ്ഫേർഡ്? M ഈസ് ഈക്വൽ ടു 1.82 ഇൻറ്റു 10 റേസ് ടു മൈനസ് 18 കിലോഗ്രാം ആയിക്കോട്ടെ. ഓക്കെ ആണോ? സോ ദിസ് ഈസ് ദ മാസ് ട്രാൻസ്ഫർ. ക്ലിയർ ആണോ? അത് വളരെ നെഗ്ലിജിബിൾ ആണ്, കാരണം മൈനസ് 18 റേഞ്ചിലൊക്കെ വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ വളരെ കുറവാണ്. നമ്മളത് കൺസിഡർ ചെയ്യാറില്ലെങ്കിൽ പോലും ട്രാൻസ്ഫർ ചെയ്യാറുണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട്. എത്രയാ? ഇത്രയും മാസ്, N ഇൻറ്റു മാസ് ഓഫ് ഇലക്ട്രോൺ. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോളൂ. 2 ഇൻസുലേറ്റഡ് ചാർജ്ഡ് കോപ്പർ സ്ഫിയേഴ്സ് A and B have their centers separated by a distance of 50 centimeter. What is the mutual force of electrostatic repulsion if the charge on each is 6.5 into 10 raised to minus 7 coulomb? Okay, റേഡിയെ കൺസിഡർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. What is the force of repulsion if the sphere is charged double the above amount and the distance between them is half? ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ചേ. എന്താ പറയുന്നത്? രണ്ട് ചാർജുകൾ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ഡിസ്റ്റൻസിൽ. എത്ര ഡിസ്റ്റൻസ് പറഞ്ഞിരിക്കുന്നത്? R is equal to 50 സെൻറ്റിമീറ്റർ. സ്റ്റാൻഡേർഡ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല. R is equal to 50 സെൻറ്റിമീറ്റർ ആണ്. നമ്മളതിനെ എന്തിലേക്ക് മാറ്റണം? മീറ്ററിലേക്ക് മാറ്റണം. ദാറ്റ് ഈസ് 50 ഇൻറ്റു 10 റേസ് ടു മൈനസ് 2 മീറ്റർ. അത് കണ്ടുപിടിച്ചു. അവിടെ ഇരിക്കട്ടെ. ഓക്കെ, ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? Q1 ഉം Q2 തന്നിട്ടുണ്ട്. രണ്ട് ചാർജുകളും സെയിം ആണെന്ന് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ റിപ്പൾഷൻ ആയിരിക്കും ഉണ്ടാകുന്നത്. ഇറ്റ് ഈസ് 6.5 ഇൻറ്റു 10 റേസ് ടു മൈനസ് 7 കൂളോം. അത് സ്റ്റാൻഡേർഡ് വാല്യൂ മാറ്റാൻ നിൽക്കേണ്ട. ഓക്കെ ആണോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്? മക്കളെ, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആണ് ലൊക്കേഷൻ എന്തായിരുന്നു? K ഇൻറ്റു Q1 Q2 ബൈ R സ്ക്വയർ എന്നല്ലേ? ദാറ്റ് ഈസ് K ഇൻറ്റു Q സ്ക്വയർ ബൈ R സ്ക്വയർ എന്ന് എഴുതിക്കോട്ടെ. കാരണം Q1 ഉം Q2 ഇവിടെ സെയിം ആണ്. അതിനെ നമുക്ക് Q എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് Q സ്ക്വയർ. സോ ദ വാല്യൂ ഈസ് K ഇൻറ്റു, ദാറ്റ് ഈസ് 9 ഇൻറ്റു 10 റേസ് ടു 9 ഇൻറ്റു Q സ്ക്വയർ 6.5 ഇൻറ്റു 10 റേസ് ടു മൈനസ് 7 ദ ഹോൾ സ്ക്വയർ ആണോ? ഡിവൈഡഡ് ബൈ
എത്ര വരും? ആർ സ്ക്വയർ എന്ന് വെച്ചാൽ 50 × 10⁻² ആണോ? സോ ഇത്രയും ആയിരിക്കും നമ്മുടെ ഫോഴ്സ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ഇത്രയും ന്യൂട്ടൺ, ദാറ്റ് ഈസ് 1.5 × 10⁻² ന്യൂട്ടൺ. ക്ലിയർ ആണോ? അത് റിപ്പൾഷനും ആയിരിക്കും. ഓക്കെ അല്ലേ? ഇനി അതിൻ്റെ സെക്കൻഡ് ക്വസ്റ്റ്യൻ വായിച്ചോ. സെക്കൻഡ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നുണ്ട് ചാർജ് രണ്ടും ഡബിൾ ആക്കി, Q1 Q2 നേരത്തെ ഉള്ളതിന് ഡബിൾ ആക്കി. ഓക്കെ ആണോ? ഇനി എന്താ ചെയ്തേക്കുന്നത് കൂടെ പറഞ്ഞേ. യെസ്, ഇവിടെ അതിൻ്റെ ഡിസ്റ്റൻസ് പകുതിയും കൂടെ ആക്കി. അതായത് ഇതാ നോക്കിക്കേ, നേരത്തെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു, എത്രയായിരുന്നു? 6 ഡിസ്റ്റൻസിലായിരുന്നു. ഇപ്പം ഞാൻ എന്ത് ചെയ്തു? ആ ചാർജിനെ കുറച്ചൊരു അടുത്തേക്ക് കൊണ്ടുവന്നു. അതായത് ഇപ്പോഴത്തെ ഡിസ്റ്റൻസ് എത്രയാണ്? നേരത്തെ ഡിസ്റ്റൻസിൻ്റെ പകുതിയാണ്. ദാറ്റ് ഈസ് R' = R/2 ആണ്. ഇപ്പോഴത്തെ Q' എത്രയാണ്? ദാറ്റ് ഈസ് 2Q ആണ്. ഇപ്പോഴത്തെ Q' എത്രയാണ്? പുതിയതെന്ന് പറഞ്ഞാൽ പഴയതിൻ്റെ 2 ടൈംസ് ആണ്. ചാർജ് ഡബിൾ ആക്കി രണ്ടിലും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പുതിയ ഫോഴ്സ് എഴുതിക്കോട്ടെ. F' = പറഞ്ഞ K × പുതിയ ചാർജ് ബൈ R' സ്ക്വയർ. ക്ലിയർ ആണോ? സോ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. K × 2Q ബൈ R' സ്ക്വയർ, ദാറ്റ് ഈസ് R/2 ആണോ? സോ ഇതിനെ ഞാൻ ഇങ്ങനെ എഴുതിക്കോട്ടെ. K × Q² × 2 കൂടെ ചേർത്ത് 4 ആയിക്കോളൂ. ബാക്കി എന്ത് വരും? R²/4 എന്ന് വരും. ഈ 4 അങ്ങ് മേളിൽ കൊണ്ടുവട്ടെ. ദാറ്റ് ഈസ് KQ² × 4 മേളിൽ ചെല്ലുമ്പോൾ 4 ചേർന്ന് 16 ആവും ബൈ R². ഇത്രയെന്ന് പറഞ്ഞാൽ പഴയ ഫോഴ്സ് അല്ലേ? ഒന്ന് നോക്കിക്കേ. ദാറ്റ് ഈസ് F' = പറഞ്ഞോളൂ. ഇറ്റ് ഈസ് 16 ടൈംസ് F. പഴയ ഫോഴ്സ് എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു. 16 × 1.2 × 10⁻² ന്യൂട്ടൺ ആണോ? സോ ഇത്രയും ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ചെയ്ത് നോക്കിക്കോളൂ എത്ര കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ 0.24 ന്യൂട്ടൺ. ചെയ്ത് നോക്കിക്കോളൂ, ഇത് തന്നെ കിട്ടും. കറക്റ്റ് ആയിരിക്കും ആൻസർ. ഓക്കെ ആണോ? സോ ഫോഴ്സ് എന്ത് ചെയ്തു? നേരത്തെ തന്നെ കാട്ടിയും കുറച്ചുകൂടെ കൂടി. കാരണം ഇപ്പോൾ 0.24 ഉള്ളൂ. നേരത്തെ 1.5 × 10⁻² വരുന്നു. അപ്പോൾ ഫോഴ്സ് കൂടി. ക്ലിയർ ആണോ? ഇപ്പോഴത്തെ നേച്ചർ തന്നെ റിപ്പൾസീവ്. കാരണം ചാർജ് ഡബിൾ ആയതല്ല, നേച്ചർ മാറിയിട്ടില്ല. എളുപ്പമല്ല ഈ ടൈപ്പ് പ്രോബ്ലംസ് കിട്ടിയാൽ. ഓക്കെ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. സപ്പോസ് ദ സ്ഫിയേഴ്സ് A and B in exercise 1.12 have identical sizes. A third sphere of the same size but uncharged is brought in contact with the first, then brought in contact with the second, and finally removed from both. ക്വസ്റ്റ്യൻ ഇതാണ്. വാട്ട് ഇസ് എ ന്യൂ ഫോഴ്സ് ഓഫ് റിപ്പൾഷൻ ബിറ്റ്വീൻ A and B? അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ട് ചാർജുകൾ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നു. ഈ ചാർജിലേക്ക് പുതിയൊരു സ്ഫിയർ കൊടുത്ത് ടച്ച് ചെയ്യുന്നു. ഓക്കെ ആണോ? സോ ഇവിടെ വരാൻ പോകുന്ന ചാർജിങ് ബൈ കണ്ടക്ഷൻ എന്ന് പറഞ്ഞ തിയറിയാണ്. ചാർജിങ് ബൈ കണ്ടക്ഷൻ ശ്രദ്ധിച്ചിരുന്നോണേ. ഞാൻ ആ തിയറി ഒന്ന് പറഞ്ഞുതരാം. ഇത്രയേ ഉള്ളൂ. ആദ്യം രണ്ട് ബോഡികൾ തമ്മിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ, ഇതിനകത്ത് Q1 ചാർജ് ഉണ്ട്, ഇതിനകത്ത് Q2 ചാർജ് ഉണ്ടെന്ന് വെച്ചോളൂ. ഇത് തമ്മിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ, Q1 Q2 കൂടെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ രണ്ട് ബോഡിക്കകത്തു നിന്നും ചാർജുകളുടെ ട്രാൻസ്ഫർ ഉണ്ടാകും. കോൺസെൻട്രേഷൻ കൂടിയെടുത്തുനിന്ന് കുറഞ്ഞെടുത്തേക്ക്. ക്ലിയർ ആണോ? ചാർജിങ് ബൈ കണ്ടക്ഷൻ എന്ന് പറയും. ചാർജിങ് ബൈ കണ്ടക്ഷൻ കാരണം അത് കഴിഞ്ഞാൽ രണ്ട് ബോഡിയിലും ഈക്വൽ ചാർജുകളായിരിക്കും ഉണ്ടായിരിക്കുക. അങ്ങനെയാണെങ്കിൽ പുതിയ ചാർജിനെ Q1' എന്ന് നിങ്ങൾ വിളിച്ചു. അതിന്റെ വാല്യൂ എത്രയായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് Q1 + Q2/2 ആയിരിക്കും. ഇനി Q2' എത്രയായിരിക്കും? അത് എത്ര തന്നെ ആയിരിക്കും. പുതിയ സെക്കൻഡ് ബോഡിനെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ അതിനകത്തുണ്ടാകുന്ന സെക്കൻഡ് ചാർജ് അല്ലെങ്കിൽ പുതിയ ചാർജ് എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? അത് Q1 + Q2/2 തന്നെ ആയിരിക്കും. ഇതാണ് ജനറൽ ഇക്വേഷൻ. രണ്ട് ബോഡികൾ ടച്ച് ചെയ്യുമ്പോൾ രണ്ട് ബോഡിയിലും എത്രത്തോളം ചാർജ് അക്യുമുലേറ്റ് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അത് കാണാനുള്ള ഇക്വേഷനാണ് Q1 + Q2/2. ക്ലിയർ ആണോ? ഡൗട്ടൊന്നുമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഒന്ന് നോക്കിക്കേ. നമ്മുടെ ഈ കേസിൽ, നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ രണ്ട് സ്ഫിയറുകൾ ആദ്യം കൺസിഡർ ചെയ്യാൻ പോവാണ്. QA എന്നും QB എന്നും. QAയുടെയും QBയുടെയും വാല്യൂ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ അതേ വാല്യൂ എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ ആണോ? അപ്പോൾ ഇതിനകത്ത് ചാർജ് ഉണ്ട്. ഇനി QC എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ പുതിയൊരു ചാർജ് കൊണ്ടുവരികയാണ്. C എന്നാണ് പേര്. അതിൻ്റെ വാല്യൂ ഇനിഷ്യലി 0 ആണ്. അതിനകത്ത് എന്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്? അൺചാർജ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ ഇതിനകത്ത് ചാർജ് എത്രയാണ്? 0 ആണ്. നമ്മൾ ആദ്യം കൊണ്ട് ആരെയൊക്കെ ടച്ച് ചെയ്യുന്നു? ഈ CAയും ഈ Aയും കൂടെ ടച്ച് ചെയ്യാൻ പോവാണ്. ഈ CAയും Aയും കൂടെ ടച്ച് ചെയ്യാൻ പോവാണ്. അങ്ങനെയാണെങ്കിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ ചാർജായ QA' എത്രയായിരിക്കും എങ്ങനെ കണ്ടുപിടിക്കാം? നോക്കിയാൽ ഞാൻ എന്നെ ടച്ച് ചെയ്യാണ്. ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവന്മാർക്ക് ചാർജിന്റെ ട്രാൻസ്ഫർ ഉണ്ടാവും. സോ ഇതിനകത്ത് ഇനി ചാർജിനെ എന്ത് വിളിക്കും? QA' എന്ന് വിളിക്കും. കാരണം ടച്ച് ചെയ്ത് കഴിഞ്ഞു. ആ QA' കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ഇനിഷ്യലി ഉണ്ടായിരുന്ന QA പ്ലസ് കൊണ്ടുവന്ന് ടച്ച് ചെയ്ത ചാർജ് 0/2. ഇനി ഇവിടെ എത്രയായിരിക്കും QC' എന്ന് പറഞ്ഞിട്ടുണ്ടാവുക? QC' നേരത്തെ 0 ആയിരുന്നെങ്കിൽ പോലും ഇപ്പം ടച്ച് ചെയ്തതിനു ശേഷം QA + 0/2. അതായത് രണ്ടിലും ഉണ്ടായ സെയിം ചാർജ് തന്നെയാണ്. ഇനി QC' എന്ന് വിളിച്ചോട്ടെ. ഇത്രയും കാര്യങ്ങളൊക്കെ ആണോ? ദാറ്റ് ഈസ് QA/2. QA എത്രയാണെന്ന് തൊട്ടുമുമ്പത്തെ ക്വസ്റ്റ്യൻ ഉണ്ട്. ഇതും QA/2 ആണ്. ക്ലിയർ ആണോ? ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ഇവരെ കൊണ്ടുവന്ന് ആരോട് ടച്ച് ചെയ്യുന്നു? QB-ആയിട്ട് ടച്ച് ചെയ്യുന്നു. ഇപ്പൊ QB-ക്കകത്ത് QB ചാർജ് തന്നെ ഉണ്ട്. ഇനിഷ്യലി എത്ര ഉണ്ടായിരുന്നു അത്ര തന്നെ ഉണ്ട്. QC-ക്കകത്ത് നേരത്തെ തന്നെ QA-യുടെ പകുതി കയറുകയും ചെയ്തു. ഇനി QB-യും QC-യും കൂടെ ടച്ച് ചെയ്യാൻ പോകണം. നോക്കിക്കേ എങ്ങനെയാണ് ടച്ച് ചെയ്തത്? സോ ഞാൻ അവനെ കൊണ്ടുവന്നിട്ട് ടച്ച് ചെയ്യാൻ പോവാണ്. ഇതാ ഇപ്പൊ QC' വേറൊരു ചാർജായി. അതായത് QB' എത്രയായിരിക്കും? QB' എന്ന് പറഞ്ഞാൽ ഇനീഷ്യലി QB-ക്കകത്ത് ഉണ്ടായിരുന്നത് പ്ലസ് നേരത്തെ QC' ഇങ്ങോട്ട് വന്നത് അതേ/2 ആണോ? ഇപ്പോൾ ഇവന്റെ ചാർജ് QC" എന്ന് വിളിച്ചു. പുതിയ ചാർജ്. ഇത് നമുക്കിനി വേണ്ട. കാരണം എയും ബിയും തമ്മിലുള്ള ഫോഴ്സാണ്. ഇപ്പോഴത്തെ എയും ബിയും തമ്മിലുള്ള ഫോഴ്സാണ് ചോദിച്ചേക്കുന്നത്. ക്ലിയർ ആണോ? അതായത് ആദ്യം ഇവനെ ടച്ച് ചെയ്തു, അതുകൊണ്ടൊന്ന് പിന്നെ ഇവനെ ടച്ച് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇതിനകത്ത് രണ്ട് ചാർജ് എത്രയായിരിക്കും?
ഒന്നിനകത്ത് Q/2 അല്ലെങ്കിൽ QA/2 ഇതിനകത്ത് QB+QC'/2 ദാറ്റ് ഈസ് QB പ്ലസ് മറ്റേ എത്രയായിരുന്നു QA/2 ദ ഹോൾ. ഇതാണ് ക്യൂബിക്കത്തെ ചാർജ്. ഓക്കെ ആണോ? അപ്പോൾ ഈ രണ്ട് ചാർജുകൾക്കിടയ്ക്കുണ്ടായ പുതിയ ഫോഴ്സാണ് കണ്ടുപിടിക്കേണ്ടത്. ഡിസ്റ്റൻസ് മാറ്റിയിട്ടില്ലല്ലോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ പുതിയ വാല്യൂ പറഞ്ഞു തരും. ഓക്കെ, ഇറ്റ് ഈസ് F = K × Q/2 എത്രയായിരിക്കും അത്? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എന്നിട്ട് നമുക്ക് ചെയ്യാം. Q2Q + Q/4 ആണോ? ദറ്റ് ഈസ് R² ഉണ്ട്. അവിടുത്തെ ഡിസ്റ്റൻസ് പഴയത് R² തന്നെ ഉണ്ട്. ഓക്കെ ആണോ? ദറ്റ് ഈസ് K × Q/2 3Q/4 R². നേരത്തെ വാല്യൂ എടുക്കാം കേട്ടോ. K × Q × 3Q ദറ്റ് ഈസ് 3 × Q² എത്ര വരും? 8R² ആണോ? സോ ഈ 3/8 കോമൺ എടുത്തേ എത്ര കിട്ടും? K × Q²/R². K × Q²/R² എത്രയായിരുന്നു വരുന്നത്? F പറഞ്ഞോളൂ. F = 3/8 ഇത് എത്രയാണെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എത്രയായിരുന്നു? 1.5 × 10⁻² ന്യൂട്ടൺ. സോ ഇത്രയുമായിരിക്കും ആൻസർ. ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. ഫൈനൽ ആൻസർ കിട്ടിക്കോളും. ക്ലിയർ ആണോ? ദറ്റ് ഈസ് ഏകദേശം 5.1 × 5.7 × 10⁻³ എന്ന് കിട്ടും. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ഫിഗർ ഷോസ് tracks of 3 charged particles in a uniform electrostatic field. Give the signs of 3 charges. Which particle has the highest charge to mass ratio? Charge to mass ratio. മക്കളെ ആ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചാൽ അറിയാം. ഫസ്റ്റ് ഒരു പ്ലേറ്റ് ഉണ്ട്. എന്ന് വിളിച്ചോളൂ. പോസിറ്റീവ് പ്ലേറ്റ് ആണ്. ബി എന്ന് വിളിച്ചോളൂ. നെഗറ്റീവ് പ്ലേറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ 3 പാർട്ടിക്കിൾസ് മൂവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ ആണോ? ഈ 1നെയും 2നെയും ഏത് പ്ലേറ്റ് ആണ് അട്രാക്ട് ചെയ്തത്? പോസിറ്റീവ് പ്ലേറ്റ്. അതിനർത്ഥം ഇവന്മാരുടെ ചാർജ് ഏതാണെന്നാ? നെഗറ്റീവ് ചാർജ് ആണെന്നാ. കാരണം ഓപ്പോസിറ്റ് ചാർജുകൾ അട്രാക്ട് ചെയ്യും. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് പറയാം? 1ഉം 2ഉം എന്ത് ചാർജിലാണ്? നെഗറ്റീവ് ചാർജ്ഡ് ബോഡീസ് ആണ്. ക്ലിയർ ആണോ? ഇനി 3 എന്ന് പറഞ്ഞാൽ ഒരുപാട് ഡിഫ്ലക്ട് ചെയ്ത് ഇവിടെ വന്നിട്ടുണ്ട്. ഒരുപാട് ഡിഫ്ലക്ട് ചെയ്ത് ഈ ചാർജ് ചെയ്തായിരിക്കും. 3 എന്ന് പറഞ്ഞാൽ നോക്കി, ബി എന്ന് പറഞ്ഞ പ്ലേറ്റിലേക്കാണ് അട്രാക്ട് ചെയ്യപ്പെടുന്നത്. ബി എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ചാർജ് ആണ്. അപ്പം ഉറപ്പായിട്ടും തേർഡ് പാർട്ടിക്കിളിന്റെ ചാർജ് പോസിറ്റീവ്. അതുകൊണ്ടാണല്ലോ നെഗറ്റീവ് പ്ലേറ്റ് തന്നെ അട്രാക്ട് ചെയ്തത്. ക്ലിയർ ആണോ? ഓക്കെ, ഇനി നിങ്ങൾ ഓർത്തോണം, ഏറ്റവും കൂടുതൽ ഡിഫ്ലക്ഷൻ ഉള്ളവനായിരിക്കും എന്ത്? ഏറ്റവും കൂടുതൽ ചാർജ് ടു മാസ് റേഷ്യോ ഉണ്ടാവുക. ഓക്കെ ആണോ? ചാർജ് ടു മാസ് റേഷ്യോ ഉണ്ടാവുക. ക്ലിയർ ആണോ? ഓക്കെ, അത് മനസ്സിലാവണമെങ്കിൽ ഇതാ ഇവിടെ നോക്കിയോ. നമുക്ക് ആ ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷൻ കണ്ടുപിടിച്ച് നോക്കാം. Y = ഞാനൊരു സ്ട്രേറ്റ് ലൈൻ മോഷൻ ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് UT + ½ AT² എന്ന് കൊടുത്തോട്ടെ ആക്സലറേഷൻ ഇക്വേഷൻ ആയിട്ട്. ഓക്കെ ആണോ? മക്കളെ ഇനിഷ്യലി ആ പാർട്ടിക്കിൾ റെസ്റ്റിലാണെന്ന് വെച്ചോളൂ. അങ്ങനെയാണെങ്കിൽ ഡിഫ്ലക്ഷൻ Y = ഡിഫ്ലക്ഷൻ ആണ് ഡിസ്റ്റൻസ് ആയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 0 + ½ × A × T² ആണോ? ഇനി ഇവിടുത്തെ ആക്സലറേഷൻ എങ്ങനെ കണ്ടുപിടിക്കുക? ഈ ബോഡിക്കുണ്ട് ആക്സലറേഷൻ = ഫോഴ്സ് ബൈ മാസ് എന്ന് എഴുതിക്കോട്ടെ. മക്കളെ ഒരു ചാർജ്ഡ് പാർട്ടിക്കിളിന്റെ ഫോഴ്സ് കാണാനുള്ള ഇക്വേഷൻ Q × E/m എന്ന് എഴുതിക്കോട്ടെ. ആണോ? സോ ഈ വാല്യൂ അതോടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ therefore Y = ½ × പറഞ്ഞോളൂ എക്ക് വരാം Q × E/m × T². ഓക്കെ ആണോ? ഇതൊരു യൂണിഫോം ഫീൽഡിലാണ്. ടൈം യൂണിഫോം ആണ്. കോൺസ്റ്റന്റ് ആണ്. ഹാഫും കോൺസ്റ്റന്റ് ആണെങ്കിൽ എനിക്ക് എന്ത് എഴുതാം? Y ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു Q/m എന്ന് എഴുതിക്കൂടെ? അപ്പോൾ ഏറ്റവും കൂടുതൽ ഡിഫ്ലക്ഷൻ ഉള്ളതിന് ഏറ്റവും കൂടുതൽ ചാർജ് ബൈ മാസിന്റെ റേഷ്യോ കാണും. ക്ലിയർ ആണോ? അങ്ങനെ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഡിഫ്ലക്ഷൻ ഉള്ള പാർട്ടിക്കിൾ 3 സോ പാർട്ടിക്കിൾ 3 ഏറ്റവും കൂടുതൽ ചാർജ് ടു മാസ് റേഷ്യോ ഉണ്ടാവുക. ക്ലിയർ ആണോ? സോ ആൻസർ എളുപ്പമല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കൺസിഡർ എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് 3 × 10⁻³ I cap എന്ന് വെച്ചാൽ x ആക്സിൽ പോകുന്നു, ന്യൂട്ടൺ പെർ കൂളോം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. വാട്ട് ഈസ് ദ ഫ്ലക്സ് ഓഫ് ദിസ് ഫീൽഡ് ത്രൂ എ സ്ക്വയർ ഓഫ് 10 cm ഓൺ എ സൈഡ് ഹൂസ് പ്ലെയിൻ ഈസ് പാരലൽ ടു YZ പ്ലെയിൻ? ശ്രദ്ധിച്ചേ, ആ ക്വസ്റ്റ്യൻ വായിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം ഒരു ആക്സിസ് കൺസിഡർ ചെയ്യണം. ദാറ്റ് ഈസ് X ആക്സ്, Y ആക്സ്, Z ആക്സ്. ഇതിൽ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ തന്നിട്ടുണ്ട് ക്വസ്റ്റ്യൻ തന്നെ. ഏതാ? ഈ 3 × 10⁻³ എന്ന് പറഞ്ഞാൽ I cap ഡയറക്ഷനിലാണ്, അതായത് X ആക്സിലൂടെയാണ് പോകുന്നത്. ഓക്കെ ആണോ? നമ്മുടെ പ്ലെയിൻ വെച്ചിരിക്കുന്നത് ഏതാണ്ട് YZ പ്ലെയിന് പാരലായിട്ടാണ്. ഞാൻ ഇതിന് പാരലായിട്ടാണ് ഈ സാധനം വെച്ചിരിക്കുന്നത്. ക്ലിയർ ആണോ? അപ്പോൾ അതിന്റെ ഏരിയ വെക്ടർ കൊണ്ടായിരിക്കും അതേ ഡയറക്ഷൻ തന്നെ ആയിരിക്കത്തില്ലേ? YZ പ്ലെയിനിൽ വെച്ചിരിക്കുന്ന ഒരു ഷീറ്റിന്റെ അല്ലെങ്കിൽ ഒരു പ്ലെയിനിന്റെ ഏരിയ വെക്ടർ അതിന് പെർപെൻഡിക്കുലർ ആയിട്ടല്ലേ പോവുക? ഏരിയ വെക്ടർ എന്തായിരിക്കും? പെർപെൻഡിക്കുലർ ആയിരിക്കും. YZ പ്ലെയിന്റെ പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ X ആക്സ് ആയിരിക്കും. അപ്പോൾ ഏരിയ വെക്ടറിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? ഏരിയ വെക്ടറിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? X ആക്സിലേക്കാണ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡും X ആക്സിലാണ്, ഏരിയ വെക്ടറും X ആക്സിലാണ്. സോ അതിനിടയ്ക്കുള്ള ആംഗിൾ എത്രയാണ്? θ = 0°. ഓക്കെ ആണോ? ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഫ്ലക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? വാട്ട് ഈസ് ഫ്ലക്സ് എന്നല്ലേ ചോദിച്ചിരിക്കുന്നത്? ഫ്ലക്സ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ഫ്ലക്സ് = EA cos θ. പഠിച്ചിട്ടുള്ളതല്ലേ? EA cos θ. അതിന് വേണ്ടിയിട്ട് E എടുക്കൂ. ഇയുടെ വാല്യൂ തന്നിട്ടുണ്ട് 3 × 10⁻³ ഏരിയയുടെ വാല്യൂ എത്രയാണ്? ഏരിയ A = സ്ക്വയറിന്റെ സൈഡ് ആണ് തന്നിരിക്കുന്നത് അല്ലേ? സ്ക്വയറിന്റെ സൈഡ് തന്നിട്ടുണ്ട്. അത് എത്രയാണ്? 10 cm. അതിന് നിങ്ങൾ ആദ്യം ഒന്ന് മീറ്റർ ആക്കിക്കേ. 10 × 10⁻² മീറ്റർ, ദാറ്റ് ഈസ് 10⁻⁻1 മീറ്റർ. ഇനി അതിന്റെ സ്ക്വയർ ചെയ്യേണ്ട ഏരിയ കാണാൻ സ്ക്വയർ
അതിൻ്റെ സൈഡ് എ ആണെങ്കിൽ അതിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ ആയിരിക്കും. ദാറ്റ് ഈസ് എ സ്ക്വയറിന് വരെ എന്ത് കൊടുക്കാം 10⁻⁻1 ദ ഹോൾ സ്ക്വയർ ആണോ ഇൻറ്റു കോസ് 0. കോസ് 0 എന്ന് വെച്ചാൽ എത്രയാണ് 1 അല്ലേ? കോസ് 0 വരും ആണോ. ദാറ്റ് ഈസ് 3 × 10⁻1 ദാറ്റ് ഈസ് 13 Newton meter square by coulomb. This is the unit of flux. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ മനസ്സിലായോ? എളുപ്പമല്ലേ? ക്ലിയർ ആണോ? ഡൗട്ട് ഒന്നുമില്ല. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിയേ. കൺസിഡർ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് സെയിം വാല്യൂ തന്നെയാണ് 3 × 10⁻³ I cap Newton per coulomb. വാട്ട് ഈസ് എ ഫ്ലക്സ് ത്രൂ ദ സെയിം സ്ക്വയർ ഇഫ് ദ നോർമൽ ടു ഇറ്റ്സ് പ്ലെയിൻ മേക്സ് ആൻ ആംഗിൾ 60 ഡിഗ്രി ആണോ? ആ പ്ലെയിനിൻ്റെ നോർമൽ എന്ന് വെച്ചാൽ എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏരിയ വെക്ടർ ആണ്. ഏരിയ വെക്ടർ 60 ഡിഗ്രി ഉണ്ടാക്കുന്നു എക്സ് ആക്സിലോട്ട്. എക്സ് ആക്സിൽ ആരാ പോകുന്നത്? ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡും നോക്കി ഈ ക്വസ്റ്റ്യൻ രണ്ടാമത്തെ കേസിൽ പറഞ്ഞിരിക്കുന്നത് ഇലക്ട്രിക് ഫീൽഡും അവിടുത്തെ നോർമൽ ലൈൻ എന്ന് വെച്ചാൽ ഏരിയയും ഇലക്ട്രിക് ഫീൽഡും ഏരിയ വെക്ടർ കൂടെ ഉണ്ടാക്കുന്ന ആംഗിളാണ് തന്നിരിക്കുന്നത്. എത്ര? θ = 60 ഡിഗ്രി ആണോ? അങ്ങനെയാണെങ്കിൽ പുതിയ ഫ്ലക്സ് പറയാം φ = EA cos 60 ആണോ? ഇയുടെ വാല്യൂ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ. എത്രയാണ്? 30 അല്ലേ? സോ 30 × cos 60 എത്രയാണ്? 1/2 അല്ലേ? വെട്ടിക്കോ എത്ര കിട്ടും? 15 Nm²/coulomb. മനസ്സിലായോ? എളുപ്പമല്ലേ? ആ കൺസെപ്റ്റ് മനസ്സിലാക്കിയോ? പ്ലെയിനിൻ്റെ പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ ഏരിയ വെക്ടർ ആയിരിക്കും. അത് എക്സ് ആക്സിലോട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ആയിരിക്കും അവിടുത്തെ കോസ് θ ആണ്. കോസ് θയ്ക്ക് കൊടുക്കേണ്ട തീറ്റ. എളുപ്പമല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് എ ഫ്ലക്സ് ത്രൂ എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ഓഫ് XX 1.15 ത്രൂ എ ക്യൂബ് ഓഫ് സൈഡ് 20 cm ഓറിയന്റഡ് സോ ദാറ്റ് ഇറ്റ്സ് ഫേസ് ആർ പാരലൽ ടു ദ കോർഡിനേറ്റ് പ്ലെയിൻസ്. ക്വസ്റ്റ്യൻ തുടർന്ന് വായിച്ചോളൂ. ഫ്ലക്സ് കണ്ടുപിടിക്കാനാണ്. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് വെച്ചിരിക്കുന്നു. കഴിഞ്ഞ കേസിലെ ക്വസ്റ്റ്യൻ ആണ് പറഞ്ഞിരിക്കുന്നത്. അതിനൊരു ക്യൂബ് വെച്ചിട്ടുണ്ട് ആണോ? അതിൻ്റെ സൈഡ് എത്രയാണ്? 20 cm എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആണോ? സോ ദാറ്റ് സ്പേസസ് ആർ പാരലൽ ടു കോർഡിനേറ്റ് പ്ലെയിൻ. നോക്കിക്കേ, ഇങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. അതായത് YZ പ്ലെയിനിന് പാരലായിട്ടുള്ള രണ്ട് സർഫസുകൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ക്ലിയർ ആണോ? അതുകൊണ്ട് ഈ രണ്ട് മാർക്ക് ചെയ്തിരിക്കുന്ന രണ്ട് സർഫസുകൾ. ഓക്കെ ആണല്ലോ മക്കളെ? ഇവിടുത്തെ ഏരിയ വെക്ടർ എങ്ങോട്ടായിരിക്കും? ദാ ഇങ്ങോട്ട്. അപ്പോൾ ഇവിടുത്തെ ഏരിയ വെക്ടറും ഇലക്ട്രിക് ഫീൽഡ് കഴിഞ്ഞ ക്വസ്റ്റിനകത്ത് എങ്ങോട്ട് എക്സ് ആക്സിലല്ലേ ഇലക്ട്രിക് ഫീൽഡ് പോകുന്നത് ആണ്. അപ്പോൾ ഈ ഇലക്ട്രിക് ഫീൽഡും ഈ ഏരിയ വെക്ടറും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ 90 ഡിഗ്രി. അതുകൊണ്ട് ഈ സർഫസിലൂടെ എന്തില്ല? ഫ്ലക്സ് ഇല്ല. താഴത്തെ സർഫസ് എടുക്കുകയാണെങ്കിൽ അവിടെയും ഏരിയ വെക്ടർ ഇല്ല. ഇനി മുമ്പോട്ടുള്ള സർഫസ് എടുക്കുകയാണെങ്കിൽ അതിനും ഇല്ല. അങ്ങോട്ടുള്ള സർഫസ് എടുക്കുകയാണെങ്കിൽ അതിനും ഇല്ല. ആകെയുള്ളത് ഏതൊക്കെ സർഫസുകൾക്ക്? അതാണ്ട് ഈ പേര് നോക്കിക്കോ, CFGO. കാരണം അതിൻ്റെ ഏരിയ വെക്ടർ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഓപ്പോസിറ്റ് ആണ്. ഇനി അടുത്തൊരു സർഫസിൽ കൂടെ പോകുന്നതായിരിക്കും ADEB. ഈ സർഫസിൻ്റെ ഏരിയ വെക്ടർ ഇലക്ട്രിക് ഫീൽഡിൻ്റെ അതേ ഡയറക്ഷനിലാണ്. വേറെ ഒരു സർഫസിലും ഏരിയ വെക്ടറും ഇലക്ട്രിക് ഫീൽഡും 0 ഡിഗ്രി ഉണ്ടാക്കുന്നില്ല. അല്ലെങ്കിൽ ബാക്കി എല്ലാ സർഫസിലും 90 ഡിഗ്രിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ടോട്ടൽ ഫ്ലക്സ് എടുക്കുകയാണെങ്കിൽ രണ്ട് സർഫസിൻ്റെ മാത്രം കണ്ടുപിടിച്ചാൽ മതി. ഏതൊക്കെയാണ് സർഫസ്? ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ സർഫസും റൈറ്റ് ഹാൻഡ് സൈഡിൽ സർഫസും. ക്ലിയർ ആണോ? ഞാൻ ഈ മാർക്ക് ചെയ്തിരിക്കുന്ന രണ്ട് സർഫസുകൾ മാത്രം. ബാക്കി എല്ലായിടത്തും തീറ്റയുടെ വാല്യൂ എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ഈ രണ്ട് സർഫസിൽ മാത്രമേ വരത്തുള്ളൂ. ഓക്കെ ആണോ? സോ ഇവിടുത്തെ ഏരിയ വെക്ടർ എഴുതാൻ പോവാണ് ഇക്വേഷൻ എഴുതാൻ പോവാണ് E × A × cos 180. കാരണം തീറ്റ ഇവിടുന്ന് ഇലക്ട്രിക് ഫീൽഡിന് ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് ഏരിയ വെക്ടർ. അതുകൊണ്ട് തന്നെ എന്ത് എഴുതും? cos 180. cos 180 ഒക്കെ എത്രയാണെന്ന് നമുക്കറിയാം. -1 അല്ലേ? പ്ലസ് ഇവിടെ എത്ര വരും? EA cos 0. കാരണം ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡും ഏരിയ വെക്ടർ ഒരേ ഡയറക്ഷനിൽ. അപ്പോൾ ഇത് എത്ര വരും? -EA. കാരണം cos 180 ഈസ് -1 ആണോ? പ്ലസ് EAയും ഈ 0 കൂടെ ചേരുമ്പോൾ എത്ര വരും? -EA കൂടെ ചേരുമ്പോൾ എത്ര വരും? 0. സോ ദ ടോട്ടൽ ഫ്ലക്സ് ത്രൂ ദ സ്ക്വയർ ഈസ് ക്യൂബ് ഈസ് 0. മനസ്സിലായ ടൈപ്പ് ക്വസ്റ്റ്യൻസ് 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഓർത്തിരുന്നോളൂ. യൂണിഫോം ഫീൽഡാണ്. അവിടുത്തെ ഏരിയ വെക്ടറും കോൺസ്റ്റന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഫ്ലക്സ് എൻറ്ററിങ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ഫ്ലക്സ് ലീവിങ്. അതാണ് കൺസെപ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A careful measurement of electric field at the surface of a black box indicates that the net outward flux through the surface of the box is 8 × 10⁻³ Nm²/coulomb. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് നെറ്റ് ചാർജ് ഇൻസൈഡ് ദ ബോക്സ്? അതായത് എൻ്റെ കയ്യിലൊരു എന്താ പറഞ്ഞേക്കുന്നത് ഒരു ബോക്സ് ഉണ്ട്. അതിനകത്തൊരു ചാർജ് വെച്ചിട്ടുണ്ട്. ഈ ചാർജിലൂടെ പോകുന്ന എന്ത് തന്നിട്ടുണ്ട്? യെസ്, ഫ്ലക്സ് തന്നിട്ടുണ്ട് അല്ലേ? ഫ്ലക്സ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ നെറ്റ് ചാർജ്? മക്കളെ ഇത് ഗോസസ് തിയറം എന്ന് പറഞ്ഞ പോർഷനിലെ ക്വസ്റ്റ്യൻ ആണ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യനകത്ത് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ടോട്ടൽ ഫ്ലക്സ് തന്ന് എത്രയത് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ടല്ലോ. നോക്കിയേ, 8 × 10⁻³ 8 × 10⁻³ Nm²/coulomb എന്നാണ്. ആണോ? സോ അടുത്ത ക്വസ്റ്റ്യനകത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ചാർജ് ആണ്. നിങ്ങൾക്ക് ഇതൊരു ഗോസിയൻ സർഫസ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുന്നില്ല. ക്യൂബിനെ അതിനകത്തിരിക്കുന്ന ചാർജ്. അങ്ങനെയാണെങ്കിൽ അതിനകത്തുള്ള ഫ്ലക്സിന് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ഗോസസ് തിയറം. φ = 1/ε0 × Qnet ആണോ? അപ്പോൾ നമുക്ക് ഇവിടുത്തെ Q കാണാനുള്ള ഇക്വേഷൻ എന്താണ്? Q = ε0 × φ ആണോ? ε0ന്റെ വാല്യൂ 8.85 × 10⁻⁻12 എന്നാണ്. ഫൈയുടെ വാല്യൂ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 8 × 10⁻³ -3 എന്നാണ്. +3 എന്നാണ്.
അങ്ങനെയാണെങ്കിൽ എന്ത് കിട്ടും? ഈസ് 0.07 കൂളോം എന്നായിരിക്കും കിട്ടാൻ പോവുക. 0.07 കൂളോം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ സിമ്പിൾ അല്ലേ? എളുപ്പത്തിൽ കിട്ടിയില്ലേ? ഓക്കെ ആണോ? നമുക്ക് അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. ദ കെയർഫുൾ മെഷർമെന്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദ സർഫസ് ഓഫ് എ ബ്ലാക്ക് ബോക്സ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ദ ഔട്ട്വേർഡ് ഫ്ലക്സ് ത്രൂ ദ ബോക്സ് ഈസ് 8 × 10⁻³ നേരത്തെ അതേ ഫ്ലക്സ് തന്നെയാണ്. ഇഫ് ദ നെറ്റ് ഔട്ട്വേർഡ് ഫ്ലക്സ് ത്രൂ ദ സർഫസ് ഓഫ് ദ ബോക്സ് വെയർ 0, കുഡ് യു കൺക്ലൂഡ് ദാറ്റ് there were no charges inside the box? Why or why not? അതായത് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, അവിടുത്തെ ഫ്ലക്സ് 0 ആയിരുന്നുവെങ്കിൽ, ആ ക്യൂബിനകത്ത് ഫ്ലക്സ് 0 ആയിരുന്നുവെങ്കിൽ എന്ത് പറയാൻ പറ്റുമോന്ന്? അവിടുത്തെ ചാർജ് 0 ആണോ ഇല്ലയോ എന്ന് പറയാമോ? അതായത് അവിടുത്തെ ചാർജ് 0 ആണോ എന്നാണ് ക്വസ്റ്റ്യൻ. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ചേക്കുക, ഫ്ലക്സ് 0 ആവണമെങ്കിൽ ഉറപ്പായിട്ടും എന്ത് 0 ആവണം? 1/ε0 ക്യൂ നെറ്റ് 0 ആണ്. മക്കളത് ശ്രദ്ധിച്ചാൽ എന്താണ്? ക്യൂ നെറ്റ് = 0. ഇതെന്തായാലും 0 ആവത്തില്ല. അപ്പോൾ ഉറപ്പായിട്ടും ആരാണ് 0? ക്യൂ നെറ്റ് ആണ് 0, ക്യൂ അല്ല. ടോട്ടൽ ചാർജാണ് 0 ആവേണ്ടത്, അല്ല ചാർജ് അല്ല. കാരണം അതിനകത്തൊരു പോസിറ്റീവ് ചാർജ്, ഒരു ഇലക്ട്രോൺ ഇരിപ്പുണ്ടെന്ന് വെച്ചോളൂ. ഒരു പ്രോട്ടോണും ഒരു ഇലക്ട്രോണും ഇരിപ്പുണ്ടെങ്കിൽ നെറ്റ് ചാർജ് 0 ആണ്. അപ്പോഴും ഫ്ലക്സ് 0 ആവാം. അതിനകത്ത് ചാർജ് ഉണ്ട്, പക്ഷേ നെറ്റ് ചാർജ് ഇല്ല. വ്യത്യാസം മനസ്സിലായോ? അതായത് ഫ്ലക്സ് ഇല്ലെങ്കിൽ അർത്ഥം എന്താണ്? ചാർജ് 0 എന്നല്ല, നെറ്റ് ചാർജ് 0 എന്നാണ്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോളൂ. എ പോയിന്റ് ചാർജ് 10 മൈക്രോകൂളോം ഈസ് a distance 5 cm directly above the center of a square of side 10 cm as shown in figure. What is the magnitude of the electric flux through the square? ഓക്കെ ആണോ? മക്കളെ എന്താണ് ഇവിടെ ഒരു സ്ക്വയർ തന്നിട്ടുണ്ട്. ആ സ്ക്വയറിന്റെ സെൻറ്ററിൽ നിന്ന് 5 സെന്റിമീറ്റർ പൊക്കിയാണ് നമ്മുടെ ചാർജിനെ വെച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് 10 മൈക്രോകൂളോം എന്നാണ് ചാർജിനെ വിളിക്കുന്നത്. ഓക്കെ, അതായത് ഇങ്ങനെ. ക്ലിയർ ആണോ? അപ്പോൾ ഇത് കാരണമുള്ള ഫ്ലക്സ് കണ്ടുപിടിക്കണം. ഇതിലൂടെ ഉള്ള ആ സ്ക്വയറിലൂടെ ഉള്ള, നമുക്ക് തന്നിരിക്കുന്ന ഈ സ്ക്വയറിലൂടെ ഉള്ള ഫ്ലക്സ് കണ്ടുപിടിച്ചാൽ മതി. സ്ക്വയറിലൂടെ ഉള്ള ഫ്ലക്സ് കണ്ടുപിടിച്ചാൽ മതി. ക്ലിയർ ആണോ? അത് കണ്ടുപിടിക്കാൻ നമുക്ക് ജനറൽ ഇക്വേഷൻ ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഈ ക്വസ്റ്റ്യൻ ജനറൽ ഇക്വേഷൻ ഉപയോഗിക്കാൻ പറ്റത്തില്ല. കാരണം ഓരോ പോയിന്റിൽ അനുഭവപ്പെടുന്ന ഇലക്ട്രിക് ഫീൽഡ് വേറെ ആയിരിക്കും അല്ലേ? കാരണം ചാർജ് ചെയ്തുള്ള ദൂരം മാറിക്കൊണ്ടിരിക്കും ഓരോ പോയിന്റിലേക്കും. ആണോ? പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയ എന്താണ്? ഒരു ഗോസിയൻ സർഫസ് കൺസിഡർ ചെയ്യുന്നത്. ഇവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്, സ്ക്വയറിനെ നമ്മളൊരു ഗോസിയൻ സർഫസ് ആയിട്ട് 10 സെന്റിമീറ്റർ ഉള്ള ഒരു ക്യൂബ് എടുത്ത് അതിനെ കവർ ചെയ്തിട്ട് അതൊരു ഗോസിയൻ സർഫസ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ. ക്ലിയർ ആണോ? സോ ഞാനിതിന് എന്ത് ചെയ്തു? ഒരു ക്യൂബ് കൊണ്ട് കവർ ചെയ്യട്ടെ. ഓക്കെ, ഇതൊരു ക്യൂബാണ്. ഈ ക്യൂബ് കൊണ്ട് ഞാൻ എന്ത് ചെയ്യാൻ പോവനെ? അങ്ങ് കവർ ചെയ്യാൻ പോവാണ്. ഇപ്പോൾ ആ ചാർജ് എന്താണ്? അതിൻ്റെ സെൻറ്റർ നിൽക്കുകയല്ലേ? ഇപ്പോൾ അതൊരു ഗോസിയൻ സർഫസിനകത്ത് ചാർജായിട്ട് മാറിയില്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഫ്ലക്സിൻ്റെ ഇക്വേഷൻ എന്തായിരിക്കണം? ഇത് ഗോസ് തിയറം ഒബേ ചെയ്യണം. 1/ε0 ക്യൂ നെറ്റ് ആണോ? സോ ഇവിടുത്തെ ചാർജ് ക്യൂ തന്നിട്ടുണ്ട്. ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ വാട്ട് ഇസ് ദ, നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ട? മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രിക് ഫ്ലക്സ് അല്ലേ? Phi = എത്ര എന്ന് എഴുതാൻ മതി? 10 × 10⁻⁻6 കൂളോം. കാരണം ചാർജിനെ സ്റ്റാൻഡേർഡ് ആക്കി ബൈ 8.85 × 10⁻12 ആണോ? സോ ഈ കിട്ടുന്ന എന്തായിരിക്കും? ടോട്ടൽ ഫ്ലക്സ് ആയിരിക്കത്തില്ലേ? എന്തായിരിക്കും? ടോട്ടൽ ഫ്ലക്സ് ആയിരിക്കും. മക്കളെ ഒന്നാലോചിച്ചാൽ നിങ്ങളോട് ചോദിച്ചാൽ ഈ സ്ക്വയറിലൂടെ പോകുന്ന ഫ്ലക്സ് മാത്രമാണ്. നോക്കിക്കേ, നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന ക്യൂബിനകത്ത് മൊത്തത്തിൽ പോകുന്ന മൊത്തം സർഫസിലൂടെ പോകുന്നതാണ്. മൊത്തം എത്ര സർഫസ് ഉണ്ട്? 6 സർഫസിലൂടെയും പോകുന്ന ഫ്ലക്സ് ആണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത്. ടോട്ടൽ ക്യൂബിനകത്തൂടെ പോകുന്നത്. നമുക്ക് വേണ്ടുന്നത് അതിൻ്റെ ഒരു സർഫസ് ആണ്. അപ്പം 1/6 എടുത്താൽ പോരെ? ദാറ്റ് ഈസ് ഫ്ലക്സ് ത്രൂ ദ സ്ക്വയർ = എത്രയായിരിക്കും? 1/6 ടൈംസ് നെറ്റ് ഫ്ലക്സ് ആണോ? ദാറ്റ് ഈസ് 1/6 × 10 × 10⁻6 by 8.85 × 10⁻12. And the answer is 1.88 × 10⁵ Newton meter square by coulomb. ക്ലിയർ ആണോ? സോ ഇങ്ങനെയായിരിക്കും ചെയ്യുന്നത്. അതായത് സ്ഫിയർ എടുക്കുന്നു, അതിനെ ക്യൂബ് കൊണ്ട് കവർ ചെയ്യുന്നു, അപ്പോൾ അതൊരു ഗോസിയൻ സർഫസ് ആയി. ഗോസിയൻ സർഫസിൽ ടോട്ടൽ ഫ്ലക്സ് കണ്ടുപിടിക്കുന്നു. അതിൻ്റെ 1/6 ആയിരിക്കും ഒരു സർഫസിലൂടെ പോകുന്നത്. പക്കാ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വീണ്ടും ഇത് തന്നെയാണ്. ക്യൂബ് കൊണ്ട് തന്നെ കവർ ചെയ്യാൻ പോകണം. ഇവിടുത്തെ ക്വസ്റ്റ്യൻ കുറച്ചുകൂടെ സിമ്പിൾ ആണ്. നേരത്തെ ചെയ്ത് മനസ്സിലായെങ്കിൽ, എ പോയിന്റ് ചാർജ് 2 മൈക്രോകൂളോം ഈസ് അറ്റ് ദ സെന്റർ ഓഫ് എ ബിഗ് ഗോസിയൻ സർഫസ് 9 സെന്റിമീറ്റർ ഓൺ എഡ്ജ്. വാട്ട് ഇസ് എ നെറ്റ് ഫ്ലക്സ് ത്രൂ ദ സർഫസ്? മക്കളെ ടോട്ടൽ ഫ്ലക്സ് എത്രയാണെന്ന്? ക്യൂബിനകത്തിരിക്കുന്ന ചാർജായ Q = 2 മൈക്രോകൂളോം കാരണമുള്ള നെറ്റ് ഫ്ലക്സ് എത്രയാണെന്ന് ക്വസ്റ്റ്യൻ. ഇത് കാണാൻ ജനറൽ ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ മതി. കാരണം എന്താ? ടോട്ടൽ ഫ്ലക്സ് ത്രൂ ദ ക്യൂബ് ആയിട്ട് വെച്ചിട്ട് നമ്മൾ അവിടെ 1/6 ഒന്നും ചെയ്യേണ്ട. എല്ലാ സർഫസിലൂടെയും പുറത്ത് വരുന്ന ഫ്ലക്സ് ആണ് ടോട്ടൽ ഫ്ലക്സ്. അപ്പോൾ എത്ര വരും? നേരത്തെ പറഞ്ഞ അതേ ഇക്വേഷൻ തന്നെ. എന്താ? 1/ε0 ക്യൂ നെറ്റ്. സോ എന്ത് വരും? 1/ε0 ദാറ്റ് ഈസ് 8.85 × 10⁻12. ക്യൂവിൻ്റെ വാല്യൂ എത്രയാണ്? 2 × 10⁻6 ആണോ? So it is 2.26 × 10⁵ Newton meter square by coulomb. ക്ലിയർ ആണോ? സോ ഇത്രയായിരിക്കും ഇത്. ഈ രണ്ട് ക്വസ്റ്റ്യൻ ഒന്ന് കമ്പയർ ചെയ്തത് ടോട്ടൽ ഫ്ലക്സ് ജനറൽ ആയിട്ട് കണ്ടുപിടിച്ചു. മറ്റേത് ഒരു സർഫസിലൂടെ മാത്രമേ ഉള്ളത്. അപ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ ക്യൂബിൻ്റെ കിട്ടിയ വാല്യൂവിനെ 1/6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. എ പോയിന്റ് ചാർജ് കോസസ് ആൻ ഇലക്ട്രിക് ഫ്ലക്സ് ഓഫ് -1 × 10⁻³ Newton meter square per coulomb to pass through a spherical Gaussian surface of 10 cm radius centered on the charge. Okay, no? If the radius of the Gaussian surface were doubled, how much flux would pass through the surface? First question.
സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ദ പോയിന്റ് ചാർജ്? ഓക്കെ ആണോ? സോ അവിടെ ആദ്യം തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ നമ്മളോട് ശ്രദ്ധിച്ച ഒരു ചാർജ് ഉണ്ട്, ഓക്കെ ആണല്ലോ. ആ ചാർജിന് ഒരു 10 സെൻറ്റിമീറ്റർ റേഡിയസ് ഉള്ള ഒരു സ്പിയറിൻ്റെ സെൻട്രലായിട്ട് വെച്ചിട്ടുണ്ട്, ഓക്കെ ആണോ? സോ അവിടുന്ന് ഇലക്ട്രിക് ഫീൽഡ് പുറത്തോട്ട് പോകും. നമ്മൾ എന്താ കൺസിഡർ ചെയ്യുന്നത്? ഒരു സ്പിയർ കൺസിഡർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ റേഡിയസ് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? 10 സെൻറ്റിമീറ്റർ ആണ്. ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ ഇതാണ്, അതിൻ്റെ ഫ്ലക്സ് എത്രയായിരുന്നു? 5 അല്ലേ? -1 × 10⁻³ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളോം എന്നായിരുന്നു. ഡൗട്ടൊന്നുമില്ലല്ലോ. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്, if the radius of the Gaussian surface were doubled, how much flux would pass through the surface? മക്കളെ, what do you mean by flux? It is the number of field lines passing through given area. ഞാനിപ്പോൾ എക്സാമ്പിൾ പറയുന്ന ഈ ചാർജിനകത്ത് നിന്നാണ് ഇപ്പോൾ സപ്പോസ് 2, 4, 6, 8 ഫീൽഡ് ലൈൻസ് പുറത്തോട്ട് പോകുന്നുണ്ടെന്ന് വെച്ചോളൂ, ഓക്കെ ആണോ? ഞാൻ ഈ ഗോസിയൻ സർഫസ് കൂട്ടാം, അപ്പോൾ ഫ്ലക്സിൻ്റെ എണ്ണം 8 ആയി, ഓക്കെ ആണോ? ഞാൻ ഈ ഗോസിയൻ സർഫസിൻ്റെ റേഡിയസ് വലുതാക്കട്ടെ. വലുതാക്കിയാലും അവിടുത്തെ ഫീൽഡ് ലൈൻസിന് എണ്ണത്തിന് മാറ്റം വരുന്നുണ്ടോ? ഇല്ല. ചാർജ് മാറ്റാത്തിടത്തോളം ഫീൽഡ് ലൈൻസിന് എണ്ണത്തിന് മാറ്റം വരത്തില്ല. ദാറ്റ് ഈസ് ഫ്ലക്സ് ഈസ് 1/ε0 × Q net എന്ന ചാർജിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ, അല്ലെങ്കിൽ മീഡിയത്തെയും കൂടെ ഡിപ്പെൻഡ് ചെയ്യത്തുള്ളൂ. ഒരിക്കലും അവൻ ഇതിനെ റേഡിയസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പം നീ റേഡിയസ് ഡബിൾ ആക്കിയാലും അല്ലെങ്കിൽ പകുതിയാക്കിയാലും റേഡിയസ് എത്ര വലുതാക്കിയാലും എത്ര ചെറുതാക്കിയാലും ഗോസിയൻ സർഫസിൻ്റെ ഡയമെൻഷൻ മാറിയാൽ ഫ്ലക്സ് എന്ത് ചെയ്യത്തില്ല? ചേഞ്ച് ചെയ്യത്തില്ല. സോ ഫ്ലക്സ് റിമെയിൻസ് കോൺസ്റ്റന്റ്. ഒന്നുകൂടെ ഓർത്തിരുന്ന ഈ പോയിന്റ്, ഗോസിയൻ സർഫസ് ഡബിൾ ആക്കിയാലോ ട്രിപ്പിൾ ആക്കിയാലോ എന്ത് ചേഞ്ച് ചെയ്യത്തില്ല? ഫ്ലക്സിന് നോ ചേഞ്ച് ആയിരിക്കും. അതിൻ്റെ റീസൺ മനസ്സിലായല്ലോ? വലുതാവും തോറും ഫ്ലക്സ് ഫീൽഡ് ലൈൻസിന് എണ്ണത്തിന് ചേഞ്ച് വരത്തില്ല എന്നുള്ളത്. ക്ലിയർ ആണോ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് എന്തായിരുന്നു പറഞ്ഞിരിക്കുന്നത്? എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ്. ദാറ്റ് ഈസ് ഇവിടുത്തെ ചാർജ് എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. ഉണ്ട് നമ്മുടെ ഇക്വേഷൻ ഉണ്ടല്ലോ, φ = എന്താണ്? 1/ε0 × Q net ആണോ? therefore Q = എത്ര എന്ന് എഴുതാം? ε0 × φ ആണോ? സോ പറഞ്ഞേ, Q ε0 ടൈംസ് പറ φ. ε0 എന്ന് പറഞ്ഞാൽ 8.85 × 10⁻⁻12 എന്നല്ലേ? ആണോ? ഇൻറ്റു ഫ്ലക്സിൻ്റെ വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട്. എത്രയാ? 1 × 10⁻³ മൈനസ് ഉണ്ട്, നമുക്ക് മൈനസ് കൂടെ ഇടാം. -1 × 10⁻³ ഓക്കെ ആണോ? സോ ഇത് രണ്ടോട് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 8.85 × 10⁻⁻9 മൈനസ് ഉണ്ട്, ദറ്റ് ഈസ് അത്രയും കൂളോം ആയിരിക്കും. ഓർ വേണമെങ്കിൽ ഇങ്ങനെ എഴുതിക്കോ, -8.85 നാനോ കൂളോം. മൈനസ് ചാർജ് 9 വന്നതുകൊണ്ട്. ക്ലിയർ ആണോ? ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നോക്കിയേ. എ കണ്ടക്ടിംഗ് സ്പിയർ ഓഫ് റേഡിയസ് 10 സെൻറ്റിമീറ്റർ ഹാസ് ആൻ അൺനോൺ ചാർജ്. If the electric field 20 cm from the center of the sphere is 1.5 × 10⁻³ Newton per coulomb and points radially inwards, what is the net charge on the sphere? അതായത് ഒരു സ്പിയർ ഉണ്ട് മക്കളെ, ആ സ്പിയറിൻ്റെ സെൻറ്ററിൽ നിന്ന് എത്ര സെൻറ്റിമീറ്റർ ദൂരമായിട്ട്? 20 സെൻറ്റിമീറ്റർ ദൂരമായിട്ട് ഒരു പോയിന്റ് ഉണ്ട്. അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് തന്നിട്ടുണ്ട്. സോ ഇലക്ട്രിക് ഫീൽഡ് അങ്ങ് എടുത്ത് എഴുതിക്കോ, ഇറ്റ് ഈസ് 1.5 × 10⁻³ എന്നാണ്. ഓക്കെ ആണോ? സോ ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണ് സെൻറ്ററിൽ നിന്നുള്ളത്? ദറ്റ് ഈസ് 20 സെൻറ്റിമീറ്റർ ഓർ 20 × 10⁻² മീറ്റർ. ക്ലിയർ അല്ലേ? അവിടുത്തെ ചാർജ് ആണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മുടെ കയ്യിൽ ഇക്വേഷൻ ഉണ്ട്, ഇലക്ട്രിക് ഫീൽഡ് ഒരു ചാർജ് കാരണമുള്ള ഇതൊരു സ്ഫിയർ മൊത്തത്തിലുള്ള പോയിന്റ് ചാർജ് ആയിട്ട് ആക്ട് ചെയ്യും. കാരണം അത് ഒരുപാട് ദൂരെയുള്ള പോയിന്റിലാണ് ഇലക്ട്രിക് ഫീൽഡ്. അങ്ങനെയാണെങ്കിൽ അത് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? 1/4πε0 × Q/r². മക്കളെ, നമുക്ക് Q വേണം. എന്ത് ചെയ്യും? ഓക്കെ, E = 9 × 10⁻⁹ × Q/r² ആണോ? ഇനി നമുക്ക് Q കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പറ. E × r²/9 × 10⁻⁹. ഓക്കെ ആണോ? ഈയുടെ വാല്യൂ പറ. 1.5 × 10⁻³ × 20 × 10⁻² the whole square ഉണ്ട്, divided by 9 × 10⁻⁹ and the value is 6.67 × 10⁻⁹9 കൂളോം. അത് നെഗറ്റീവ് ചാർജ് ആയിരിക്കും. എന്തുകൊണ്ട് നെഗറ്റീവ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഇൻവേർട്സ് എന്ന് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്. ഇലക്ട്രിക് ഫീൽഡ് ഇൻവേർട്സ് ഏത് ചാർജിനാണ്? നെഗറ്റീവ് ചാർജിനാണ്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ യൂണിഫോംലി ചാർജ് കണ്ടക്ടിംഗ് സ്പിയർ ഓഫ് 2.4 meter diameter has a surface charge density 80.3 microcoulomb per meter square. Find the charge on the sphere. What is the total electric flux leaving the surface of the sphere? മക്കളെ, അതിൻ്റെ ഒരു സ്പിയർ ഉണ്ട്. സ്പിയറിൻ്റെ റേഡിയസ് എത്രയായിരിക്കും? റേഡിയസ് മാത്രം പറഞ്ഞാൽ പുറത്തോട്ടുള്ള പോയിന്റ് ഒന്നും കൺസിഡർ ചെയ്യേണ്ട. റേഡിയസ് എത്രയായിരിക്കും? റേഡിയസ് എന്ന് പറഞ്ഞാൽ 1.2 മീറ്റർ ആയിരിക്കും. കാരണം ഡയമീറ്റർ പോയിന്റ് 2.4 മീറ്റർ ആണ്. അപ്പോൾ റേഡിയസ് = d/2. എത്ര കിട്ടി? 1.2 മീറ്റർ കിട്ടിയില്ലേ? കിട്ടിയോ? നെക്സ്റ്റ്, ഇതിൻ്റെ സർഫസ് ചാർജ് ഡെൻസിറ്റി തന്നിട്ടുണ്ട്. സിഗ്മ ആണല്ലോ ഇക്വേഷനൊക്കെ നമുക്ക് പറയാം. അതിന് മുമ്പായിട്ട് 8.3 × മൈക്രോകൂളോം ആണ്. അതിനെ കൂളോമിലോട്ട് മാറ്റിയത് കേട്ടോ. കൂളോം പെർ മീറ്റർ സ്ക്വയർ. ക്ലിയർ ആണോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്ത് കണ്ടുപിടിക്കണം? ചാർജ് കണ്ടുപിടിക്കണം, ടോട്ടൽ ഫ്ലക്സും കണ്ടുപിടിക്കണം. ചെയ്തു തുടങ്ങാം. ഓക്കെ ആണോ? അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം എന്ത് ചെയ്യുന്നു? ഈ സിഗ്മയുടെ ഇക്വേഷൻ എഴുതി നോക്കാൻ പോകും. വാട്ട് ഈസ് ഇക്വേഷൻ ഫോർ സിഗ്മ? സിഗ്മ = Q/A. ഓർമ്മയുണ്ടോ? Q/A, ദാറ്റ് ഈസ് ചാർജ് പെർ യൂണിറ്റ് ഏരിയ വിളിക്കുന്ന പേരാണ് സിഗ്മ. നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഫസ്റ്റ് ക്വസ്റ്റിനകത്ത് Q അല്ലേ? ഓക്കെ, therefore Q = എന്തായിരിക്കും?
സിഗ്മ ഇൻറ്റു എ, സിഗ്മ എത്രയാണ് 80.3 ഇൻറ്റു 10⁻⁻6 ഇൻറ്റു ഏരിയ ഓഫ് എ സർഫസ് ഏരിയ ഓഫ് എ സ്ഫിയർ ഈസ് 4πr² ആണോ? സോ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യട്ടെ. 80.3 ഇൻറ്റു 10⁻⁻6 ഇൻറ്റു 4π ഇൻറ്റു r². r എത്രയായിരുന്നു? 1.2ൻ്റെ സ്ക്വയർ. Value of charge is 1.45 into 10⁻³ coulomb. This is the charge on that body. Charge on that body കിട്ടിയോ? എങ്ങനെയാണ് കിട്ടിയെന്ന് മനസ്സിലായല്ലോ. We have sigma is equal to q by a, therefore q is equal to sigma into a. അവിടുത്തെ ഏരിയ 4πr² ആണ് നോക്കുക. ഇനി ടോട്ടൽ ഫ്ലക്സ് കണ്ടുപിടിക്കണം. ടോട്ടൽ ഫ്ലക്സ് ആണുള്ള ഇക്വേഷൻ എന്താണ്? യെസ്, ഞാൻ ഇതിനൊരു ഗോസിയൻ സർഫസ് ആയിട്ട് കൺസിഡർ ചെയ്തോട്ടെ. ഇതിനകത്ത് ഇപ്പോൾ ഒരു ചാർജ് ഉണ്ട്, ആ ചാർജ് കിട്ടി. അപ്പോൾ ഇതിൻ്റെ ഗോസിയൻ സർഫസ് ആയിട്ട് കൺസിഡർ ചെയ്താൽ ഞാൻ 1/ε q net, that is q net എത്ര? 1.45 into 10⁻³ divided by 8.85 into 10⁻12 ആണോ? And the value of phi is equal to is 1.64 into 10⁸ Newton meter square per coulomb. മനസ്സിലായി എങ്ങനെ ചെയ്താൽ? ആ ക്യൂബിനെ ഒരു ഗോസിയൻ സർഫസ് ആയിട്ട് കൺസിഡർ ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? ഫ്ലക്സ് കണ്ടുപിടിച്ചു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. An infinite line charge produces a field of 9 into 10⁴ Newton per coulomb of at a distance of 2 cm. Calculate the linear charge density. മക്കളെ ഇതൊരു ലൈൻ ചാർജ് ആണ്. ലൈൻ ചാർജ് കാരണം അതിന് ചുറ്റുമുണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് തന്നിട്ടുണ്ട്. എത്രയാണത്? കണ്ടുപിടിക്കുന്ന ഇക്വേഷനൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. അതൊരു സിലിണ്ടറൊക്കെ വെച്ചിട്ടല്ലേ? സിലിണ്ടർ വെച്ചിട്ട് ഗോസിയൻ സർഫസ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് നമ്മൾ കണ്ടുപിടിച്ച ഇലക്ട്രിക് ഫീൽഡ് എത്രയാണെന്ന് പറഞ്ഞേക്കുന്നത്? 9 into 10⁴ Newton per coulomb ആണെന്ന് പറഞ്ഞേക്കുന്നത്. അവിടുന്ന് 6 ഡിസ്റ്റൻസ് മാറിയിട്ടുള്ള, 6 ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഒരു 2 cm ആണ് ഇവിടെ തന്നിരിക്കുന്നത്. 6 ഡിസ്റ്റൻസ് മാറിയിട്ടുള്ള പോയിന്റായ 2 cm അഥവാ 2 into 10⁻² മീറ്റർ പോയിന്റിൽ അനുഭവപ്പെടുന്ന ഇലക്ട്രിക് ഫീൽഡാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. അപ്പോൾ ചാർജ് ഡെൻസിറ്റി ലാംഡയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. വാട്ട് ഈസ് ഇക്വേഷൻ ഫോർ ലാംഡ? ലാംഡ ഈസ് ഈക്വൽ ടു q by l. അപ്പോൾ q വേണം, l വേണം. ഇവിടെ രണ്ടും ഇല്ല. ഓക്കെ ആണോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ എഴുതി വെക്കാം. ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു ഓർമ്മയുണ്ടോ? ദറ്റ് ഈസ് 1/4πε0 into 2 λ/r. ഞാൻ 1/4π കൊടുത്തോണ്ട് ഇവിടെ 2 λ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് വാല്യൂസ് എളുപ്പമായിരിക്കും. ദാറ്റ് ഈസ് 9 into 10⁻9 into 2 into λ by എത്രയായിരിക്കും? r². r² അല്ല, ആറേ ഉള്ളൂ. ആറിൻ്റെ വാല്യൂ എത്രയാണ്? 2 into 10⁻². ഓക്കെ ആണോ? അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ ഉണ്ടല്ലോ. therefore λ is equal to 2 into 10⁻² into ദാണ്ട് ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ 9 into 10⁴ ഡിവൈഡഡ് ബൈ ഇവന് 2 into 9 into 10⁻9. ന്യൂമറേറ്റർ കിടന്നെല്ലാം കൊണ്ട് ഡിനോമിനേറ്റർ വരും. ക്ലിയർ ആണോ? സോ ലാംഡ കിട്ടും. ലാംഡയുടെ യൂണിറ്റ് കൂളോം പെർ മീറ്റർ എന്നായിരിക്കും. കൂളോം പെർ മീറ്റർ. ആൻഡ് ഇറ്റ് ഈസ് 10⁻⁻7. വെട്ടിക്കോ, 9 2 -2 വരും, -7 വരും. ക്ലിയർ അല്ലേ? സോ കൂളോം പെർ മീറ്റർ ആയിരിക്കും എന്തിൻ്റെ യൂണിറ്റ്? യെസ്, ലീനിയർ ചാർജ് ഡെൻസിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത്. പക്ക. അടുത്ത ക്വസ്റ്റ്യൻ. 2 large thin metal plates are parallel and close to each other on their inner surfaces. അകത്തെ രണ്ട് സർഫസുകൾ ഇവന്മാർ പാരലൽ ആണ്. ഓക്കെ ആണോ? The plates have surface charge densities of opposite signs and magnitude. What is E in the outer region of the first plate? എന്നിട്ട് ഇവിടെ നോക്കണം. outer region of the second plate അത് നോക്കണം. പിന്നെ ഇൻ ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് ഇവിടെ നോക്കണം. 3 റീജിയൻസിലാണ് നമുക്ക് നോക്കേണ്ടത്. അതായത് 1, 2, 3 എന്ന് പറഞ്ഞാൽ 3 റീജിയൻസ് ആയിട്ട് മാറ്റുന്നു. പറഞ്ഞിട്ടുണ്ട് സിഗ്മ രണ്ടും ഓപ്പോസിറ്റ് ആണ്. ഒന്ന് മൈനസ് ആണെങ്കിൽ മറ്റേന്തായിരിക്കും? പ്ലസ് ആയിരിക്കും. ഫസ്റ്റ് പ്ലേറ്റ് പ്ലസ് എടുത്തോ, സെക്കൻഡ് മൈനസ് എടുത്തോ. ഇനി നമ്മളിത് പഠിച്ചിട്ടുണ്ട്. എന്തായിരുന്നു? ഇതൊരു പോസിറ്റീവ് പ്ലേറ്റ് ആണ്. പോസിറ്റീവ് പ്ലേറ്റ് കാരണമുള്ള ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്ങോട്ടൊക്കെയാണെന്ന് പഠിച്ചിട്ടുണ്ട്. ഈ പോയിന്റിൽ എങ്ങോട്ടായിരിക്കും? നമ്മുടെ സർഫസ് ഇതാണെങ്കിൽ ഇവിടെ പോസിറ്റീവ് ചാർജ് ഉണ്ടെങ്കിൽ അത് എപ്പോഴും ഔട്ട്വേർഡ്സ് ആയിരിക്കത്തില്ലേ? ഔട്ട്വേർഡ്സ്. ദിസ് ഈസ് കാൾഡ് EA. ഇനി ഇവൻ കാരണമുള്ള ഫീൽഡ് അങ്ങോട്ടായിരിക്കും? നെഗറ്റീവ് ചാർജ് ആണ്. നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ അത് കാരണമുള്ള ഫീൽഡ് എപ്പോഴും അകത്തോട്ടായിരിക്കത്തില്ലേ? സോ ദിസ് ഈസ് EB. മക്കളെ, ഒരു ഫീൽഡ് തരുന്ന ഒരു പ്ലെയിൻ ഷീറ്റ് തരുന്ന ഫീൽഡ് എപ്പോഴും യൂണിഫോം ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ഫസ്റ്റ് പൊസിഷൻ? E1. ഫസ്റ്റ് റീജിയനിലെ ഇലക്ട്രിക് ഫീൽഡ് എത്രയായിരിക്കും? E1 ദറ്റ് ഈസ് റൈറ്റിലോട്ട് പോയ വെക്ടർ മൈനസ് ലെഫ്റ്റിലോട്ട് പോയ വെക്ടർ. അതിൻ്റെ വാല്യൂസ് എത്രയാണ്? EB മൈനസ് EA. ദറ്റ് ഈസ് σ/2ε0 മൈനസ് σ/2ε0. ഒരു ഷീറ്റ് തരുന്നതല്ലേ? ഒരു ഷീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ ആണ് σ/2ε0. സോ ദ ആൻസർ ഈസ് 0. അപ്പോൾ ഫസ്റ്റ് റീജിയനിൽ എത്ര കിട്ടി? 0 എന്ന് കിട്ടി. ഇനി സെക്കൻഡ് റീജിയന് പുറത്താണ്. അപ്പോൾ റീജിയൻ 3ൽ എത്ര വരും നോക്കാം. ഇത് പോസിറ്റീവ് ചാർജ് ആണ്. പോസിറ്റീവ് ചാർജ് കാരണം ഇവിടെ അനുഭവപ്പെടുന്ന ഫീൽഡ് പുറത്തോട്ടായിരിക്കും. പ്ലേറ്റിംഗ് ഇരിക്കുകയാണ്. ഇവിടുന്ന് ഈ പോയിന്റ് എടുത്ത് കഴിഞ്ഞാൽ ഫീൽഡ് പുറത്തോട്ട്. ദാറ്റ് ഈസ് EA, പുറത്തോട്ട്. നെക്സ്റ്റ് ഇത് നെഗറ്റീവ് ചാർജ് ആണ്. അപ്പോഴും ഫീൽഡ് അകത്തോട്ട്. അപ്പോൾ അവർക്ക് ഇടയ്ക്കുള്ള ആംഗിൾ 180 ഡിഗ്രി. 180 ഡിഗ്രി ആണെങ്കിൽ നെറ്റ് ഫീൽഡ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞതേ
സെയിം തന്നെയായിരിക്കും എന്താ, റൈറ്റിലോട്ട് പോയത് മൈനസ് ലെഫ്റ്റിലോട്ട് പോയത്. ആൻഡ് ദ ആൻസർ ഈസ് 0 അഗെയിൻ. സോ സെക്കൻഡ് ആൻസറും 0 തന്നെയാണ്. ഇനി അല്ലെങ്കിൽ ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് നോക്കിയോ, ഇവിടുത്തെ പോസിറ്റീവ് ചാർജ് കാരണം ഫീൽഡ് അങ്ങോട്ട്, ദാറ്റ് ഈസ് ഇ എന്ന് വിളിച്ചോളൂ. നെഗറ്റീവ് ചാർജ് കാരണം ഫീൽഡ് അതേ ഡയറക്ഷൻ തന്നെ ഇ ബി എന്ന് വിളിച്ചോളൂ. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് സെക്കൻഡ് റീജിയൻ, ദാറ്റ് ഈസ് ഇ എ പ്ലസ് ഇ ബി. രണ്ടിൻ്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ഡയറക്ഷൻ ആണോ? σ/2 എപ്സിലോൺ പ്ലസ് σ/2 എപ്സിലോൺ, ദാറ്റ് ഈസ് 2 σ/2 എപ്സിലോൺ. 2 കൂടെ വെട്ടിക്കഴിഞ്ഞാൽ ബാക്കി എന്ത് കിട്ടും? ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഇക്വൽ ടു σ/എപ്സിലോൺ. അടുത്ത ചാപ്റ്റർ നമുക്ക് വേണ്ടുന്ന കൺസെപ്റ്റാണ് രണ്ട് ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് പ്ലെയിൻ ഷീറ്റ്സിൻ്റെ സെൻറ്റർ പോയിന്റിൽ, മിഡ് പോയിന്റിൽ അല്ലെങ്കിൽ അതിൻ്റെ ഇൻ ബിറ്റ്വീൻ അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ എത്രയായിരിക്കും? E ഈക്വൽ ടു σ/എപ്സിലോൺ. ഡയറക്ഷൻ പറയാം, ഫ്രം എ ടു ബി. കാരണം എന്താ, അതൊരു പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജിലായിരിക്കും ഫീൽഡ് പോകുന്നത്. രണ്ടും കൂടി കൂട്ടി അതേ ഡയറക്ഷൻ അല്ലേ പഠിച്ചിട്ടുള്ളത്. ഓക്കെ ആണോ? സോ അത്രയും ക്വസ്റ്റ്യൻസ് നോക്കി വെക്കുക. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പിന്നീട് ചെയ്യാം. ഇത് മനസ്സിലാത്തവരുണ്ടെങ്കിൽ നോക്കിയോ, 3 റീജിയനായിട്ട് കൺസിഡർ ചെയ്യുക. 3 റീജിയനിനകത്ത് ഫസ്റ്റ് പ്ലേറ്റിൻ്റെ പോസിറ്റീവ് പ്ലേറ്റിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് അങ്ങോട്ട്, നെഗറ്റീവ് ഇൻവേർട്സ് അകത്തോട്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ ക്യാൻസൽ ആയിപ്പോൾ. നെക്സ്റ്റ് ഇവിടുത്തെ ആകുമ്പം രണ്ടും ഒരേ ഡയറക്ഷൻ വരും. പോസിറ്റീവ് ചാർജും പുറത്തോട്ട്, നെഗറ്റീവ് ചാർജ് ഇതിനകത്തോട്ടാണ്, പക്ഷേ അതേ ഡയറക്ഷൻ തന്നെ കിട്ടും. തേർഡ് ചാർജ് ആകുമ്പോൾ പോസിറ്റീവ് പുറത്തോട്ട്, നെഗറ്റീവ് ചാർജ് ഇങ്ങോട്ടായതുകൊണ്ട് അകത്തോട്ട്. സോ ഇത് രണ്ടും കൂടെ ക്യാൻസൽ ആയിപ്പോൾ. ഇവിടെ മാത്രം 2 ടൈപ്സ് വരും, ദറ്റ് ഈസ് σ/ε എന്ന് കിട്ടും നെഗറ്റീവ് ഫീൽഡ്. ഓക്കെ അല്ലേ?